ഹലോ കൂട്ടുകാരെ, ഈ ഒരു കണ്ടൻറ്റിലൂടെ നമുക്ക് ഫോർത്ത് വേവ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് മനസ്സിലാക്കാം. കളക്റ്റീവായിട്ടുള്ള അവരുടെ പർപ്പസ് മനസ്സിലാക്കാം, കർമ്മ എന്താണെന്ന് മനസ്സിലാക്കാം, ലൂപ്സ് എന്താണെന്ന് മനസ്സിലാക്കാം, അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫോർത്ത് വേവ് എന്ന് പറയുന്നത് 2022 മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ 2026 ആയി നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ വരെ അവേക്കൻ ആയിട്ടുള്ള 2026 വരെ, അതായത് ടോട്ടൽ ഈ ഒരു ഇയറിൽ അവേക്കൻ ആവാൻ പോകുന്ന എല്ലാ കളക്റ്റീവായിട്ടുള്ള ട്വിൻ സോൾസിൻ്റെയും എനർജി എന്ന് പറയുന്നത് ഫോർത്ത് വേവ് കളക്റ്റീവ് എനർജി ആയിട്ടാണ് അറിയപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. ഇവർ ഹൈലി ഇവോൾവ് സോൾസ് ആയിരിക്കും. അതായത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ ഇവോൾവ് ആയിട്ടുള്ള സോൾസാണ്. അതുകൊണ്ട് തന്നെ ഈ സോൾസിന് കർമ്മ കുറവായിരിക്കും. അതായത് തേർഡ് വേവിൽ നമ്മൾ മനസ്സിലാക്കി കുറേ ജന്മങ്ങൾ ഇവർ ഒരു ഇവല്യൂഷൻ്റെ ജേർണിയിൽ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇൻ പെർട്ടിക്കുലറായിട്ട് ഗോ ത്രൂ ആയിട്ട് ഇവിടെ വന്ന ആ ഒരു സോൾ ഗിഫ്റ്റിനെ ഇവോക്ക് ചെയ്ത് അതിനെ എർത്തിലേക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആസ് എ ലൈറ്റ് വർക്ക്. സെയിം തിങ് ഫോർത്ത് വേവിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ അതിലും കുറച്ചും കൂടെ ഓൾഡ് സോൾസ് ആയിരിക്കും. അപ്പോൾ അത്രയും ജന്മങ്ങൾ ഇവർ സോൾ ഗിഫ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഇവല്യൂഷൻ്റെ ജേർണിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ കർമ്മം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ യങ് ഏജിലായിരിക്കും കൂടുതലായിട്ടും ഫോർത്ത് വേവ് ട്വിൻ ഫ്ലെയിംസ് അവേക്കൺ ആവുന്നത്. അതിൻ്റെ മീനിങ് ഫോർത്ത് വേവിൽ കുറച്ച് മിഡ് ഏജിൽ അവേക്കൺ ആവത്തില്ല എന്നല്ല, കളക്റ്റീവിൽ നോക്കുമ്പോൾ കൂടുതൽ സോൾസും അവരുടെ ഈ ഒരു ഇൻകാർണേഷനിൽ ബിലോ 20 ഇയേഴ്സ് കൂടുതലും, അല്ലെങ്കിൽ 25 ഇയേഴ്സിനകം, മാക്സിമം പോയാൽ ഒരു 30 ഇയേഴ്സിനകം കൂടുതൽ ആയിട്ടും അവേക്കനിങ് നടക്കുന്ന ഒരു കാറ്റഗറിയാണ് ഫോർത്ത് വേവ് എന്ന് പറയുന്നത്. ഈ ഒരു അവേക്കനിങ്ങിലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബാലൻസ് ഉള്ള കർമ്മം തീർക്കേണ്ടത് കൊണ്ട് തന്നെ ഇവരുടെ ചുറ്റുമുള്ള ഫാമിലി മെമ്പേഴ്സ് അടക്കം ഇവർക്ക് ഹൈലി കാർമിക്സ് ആയിരിക്കും. പ്രത്യേകിച്ചും ഇവരുടെ ഏർലി ലൈഫിൽ, അതായത് ചൈൽഡ്ഹുഡ് തൊട്ടിങ്ങോട്ട് വളരെയധികം ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലും ഈ ഒരു കാർമിക് ട്രേറ്റ്സ് കാരണം സപ്രസ്ഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് കൂടുതലായിരിക്കും. ആൻഡ് ആ ഒരു ഇല്ലൂഷനെ, അതായത് ചുറ്റുമുള്ള പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ടാസ്ക് ആയിരിക്കും ഫോർത്ത് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ. അടുത്തതായിട്ട് അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. ഈ അറ്റാച്ച്മെൻറ്റിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ടാസ്കുകളിലൊന്ന്. അടുത്തതായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ലൂപ്പായിട്ട് ഫോർത്ത് വേവ് ട്വിൻ ഫ്ലെയിംസിൽ നിൽക്കുന്നത് സ്പിരിച്വൽ ബൈപ്പാസിങ് ആയിരിക്കും. കാരണം ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് വേവ് ട്വിൻ ഫ്ലെയിംസ് എർത്തിലേക്ക് ഇത്രയും കളക്റ്റീവായിട്ടുള്ള ഒരു വിസ്ഡത്തെ സ്പ്രെഡ് ചെയ്തതുകൊണ്ട് തന്നെ, ലൈറ്റിനെ സ്പ്രെഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇവർക്ക് വളരെ കളക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച്, സോൾ അവേക്കനിങ്ങിനെ കുറിച്ച്, സ്പിരിച്വൽ അവേക്കനിങ്സിനെ കുറിച്ച് വളരെ ഈസിലി അവൈലബിൾ ആണെങ്കിൽ പോലും അതിലേക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഹോൾ ഹാർട്ടഡ് ആയിട്ട് ടൈം പീരീഡിനെ ഇൻവെസ്റ്റ് ചെയ്ത് ഹീലാവാനുള്ള ഒരു ടെൻഡൻസി വളരെ കുറവായിരിക്കും. അതിൽ ഇനിയൊരു ബ്ലോക്ക് വരുന്നത് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ, അതായത് ഫോർത്ത് വേവിൽ കളക്റ്റീവായിട്ട് നോക്കുമ്പോൾ അവരുടെ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള സെപ്പറേഷൻസ് വളരെ ഷോർട്ട് സെപ്പറേഷൻസ് ആയിരിക്കും. ഇപ്പം കമ്പാരേറ്റീവിന് നോക്കുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്വിൻ ഫ്ലെയിംസിൽ വളരെ ലോങ് സെപ്പറേഷൻസ് നടക്കാറുണ്ട്. വെറാസ് ഫോർത്ത് വേവിൽ കർമ്മം കുറവായതുകൊണ്ട് തന്നെ സെപ്പറേഷൻ ടൈം പീരീഡ് വളരെ കുറവായിരിക്കും. സെപ്പറേഷൻ നടന്നാൽ പോലും അത് സെപ്പറേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. മേ ബി ഒരാഴ്ചകളിൽ പിന്നെയും റിട്ടേൺ കോണ്ടാക്റ്റ്, അതായത് അവരുടെ കൗണ്ടർ പാർട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരു അവേക്കനിങ്ങിൻ്റെ സമയത്ത് രണ്ട് ബോഡീസിലിരുന്നു കൊണ്ട് ചെയ്യേണ്ട ഹീലിംഗ് വർക്ക്സിന് അറിഞ്ഞോ അറിയാതെയോ അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് അതിനെ സപ്രസ് ചെയ്തുകൊണ്ട്, ആ ഒരു ഹീലിംഗ് വർക്ക് ചെയ്യാതെ സപ്രസ് ചെയ്തുകൊണ്ട് സ്പിരിച്വൽ ബൈപ്പാസിങ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലൂപ്പ്. ഇവർ ശരിക്കും അവരുടെ ഇമോഷൻസിനെ ഫീലായി മുമ്പോട്ട് വന്നാൽ, അല്ലെങ്കിൽ ഹീലിംഗ് ജേർണിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കാർമിക് ക്ലിയറൻസ് വളരെ പെട്ടെന്ന് നടക്കുന്നതും അവരുടെ ട്രൂത്തിലേക്ക് അലൈൻ ആയിക്കൊണ്ട് തന്നെ അവരുടെ സ്പിരിച്വൽ ടാസ്കിലേക്ക്, അല്ലെങ്കിൽ ഡിവൈൻ ട്രൂത്തിലേക്ക് നിന്നുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇന്നർ യൂണിയനിൽ വളരെ പെട്ടെന്ന് എത്താനും പറ്റുന്നതാണ്.
അതായത് ഫോർത്ത് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഏറ്റവും വലിയ ഒരു ലൂപ്പ് എന്ന് പറയുന്നത് ഇല്യൂഷൻ തന്നെയാണ്. ഈ ജേർണി ഉണ്ടോ ഇല്ലയോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ട്വിൻ ഫ്ലെയിമിൽ നിന്ന് എന്തുകൊണ്ട് എനിക്ക് സെപ്പറേഷൻ വരുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ചിന്തകൾ തന്നെ അവരെ ഒരു ഇല്യൂഷനിൽ നിർത്തുകയും ഇത് മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെ അവരെ ഒരു ജേർണീൻ്റെ ലൂപ്പിൽ നിർത്തുകയുമാണ് ചെയ്യുന്നത്. ഇവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഹീലേഴ്സ് ആയിരിക്കും, എന്നാൽ കുറച്ചും കൂടെ ഒരു ഗവൺമെൻറ് സെക്ടേഴ്സിൽ അല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓരോ സെക്ടേഴ്സിൽ കളക്റ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗവൺമെൻറ് സെക്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് അത് ഒരു ഉദാഹരണമായിട്ട് എടുത്തുവെന്നേ ഉള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ അവർ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ അല്ലെങ്കിൽ അവർ പഠിച്ചിരിക്കുന്ന ആ ഒരു ടാസ്കിൽ ആ ഒരു മേഖലയിൽ അത്രയും കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ട് ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഡിസിഷൻസ് എടുത്തുകൊണ്ട് അത്രയും ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ടാസ്കുകളിൽ ഒന്ന്. എന്നാൽ അവിടേക്ക് എത്തണമെങ്കിൽ എഗെയിൻ അവരിലുള്ള അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ തന്നെയായിരിക്കും ഏറ്റവും വലിയ ബ്ലോക്കായിട്ട് അവരുടെ ലൈഫിൽ നിൽക്കുന്നത് 3D ലൈഫിൽ. അതേപോലെ തന്നെ ഈ ഒരു ഹെവി ലൈറ്റ് കോഡ്സിനെ ആക്സസ് ചെയ്യാനും അതിനെ ഡൗൺലോഡ് ചെയ്യാനുമുള്ള ബ്ലോക്കേജസ് കാരണം പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ ഫോർത്ത് വേവിലുള്ള ട്വിൻ ഫ്ലെയിംസ് സർവ്വസാധാരണമായിട്ട് ഗോ ത്രൂ ആവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഫോർത്ത് വേവ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് കളക്റ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഇത് ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിനായിട്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട്, ലാമ ഫേര ഹീലിങ്സിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ജനുവരി 19 തൊട്ട് വോംബ് ഹീലിംഗ് ഒരു 3-day വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ മാസ്റ്റർ ലെവൽ റേക്കിൻ്റെ ക്ലാസ്സസും ജനുവരി 24 ആണെന്ന് തോന്നുന്നു, ലാസ്റ്റ് വീക്ക് തൊട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.